താലിയോഗം. രചന മഹൽശ്രീ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. നീ എന്തിനാ സുഭദ്ര ഇങ്ങനെ കരയുന്നത്? കൃഷ്ണേട്ടാ, നമ്മുടെ മോൻ. സുഭദ്ര വാക്കുകൾ പൂർത്തിയാക്കാനാവാതെ വിതുമ്പി. നീ ഇങ്ങനെ കരഞ്ഞിട്ടെന്താ കാര്യം? ഇതാദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ. ഇതിനു മുമ്പ് ആ കവലയിൽ കിടന്ന് അടിയുണ്ടാക്കിയിട്ടുള്ളതല്ലേ. എല്ലാം നമ്മുടെ വിധിയാണെന്ന് വിചാരിച്ച് സ്വയം സമാധാനിക്കണം, അല്ലാതെ എന്ത് ചെയ്യാനാ? എന്നാലും കൃഷ്ണേട്ട, അവൻ ഈ നശിച്ച മദ്യപാന അവനെ അവസ്ഥയിൽ കൊണ്ട് എത്തിക്കുന്നു. സുഭദ്ര കണ്ണുനീർ തുടച്ചുകൊണ്ട് പറയുമ്പോൾ കൃഷ്ണൻ നായർ ഒന്ന് ആലോചിച്ച ശേഷം ദീർഘശ്വാസം എടുത്തു. അവൻ്റെ ഈ അവസ്ഥക്ക് ഒരു പരിധിവരെ നമ്മളും കാരണക്കാരില്ലേ സുഭദ്രയെ? അന്ന് അവൻ ആ കുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണമായിരുന്നു. വേണ്ട കൃഷ്ണേട്ട, സുഭദ്ര ഇടയ്ക്ക് വെച്ച് കയർത്തു. നമ്മുടെ സംസ്കാരത്തിന് ഒത്തുവാത്ത ഏതോ നാട്ടിൽ ഒരു പെൺകുട്ടിയെ അവൻ ഇഷ്ടപ്പെട്ടു എന്ന് കരുതി സമ്മതിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. മനസ്സിൽ ഉറപ്പിച്ച ഒരു തീരുമാനത്തോടെ സുഭദ്ര തുടർന്നു. നമുക്ക് ഇവന്റെ കല്യാണം ഉടനെ നടത്തണം. അതും ഈ നാട്ടിലെ ഏതെങ്കിലും നല്ലൊരു പെൺകുട്ടി തന്നെ. കൃഷ്ണേട്ടൻ കേൾക്കുന്നുണ്ടോ? മൗനമായിരിക്കുന്ന കൃഷ്ണൻ നായർ നോക്കി സുഭദ്ര വീണ്ടും ചോദിച്ചപ്പോഴാണ് അദ്ദേഹം സുഭദ്രയുടെ മുഖത്തേക്ക് നോക്കിയത്. നല്ല പഠിപ്പും ജോലിയും ഉണ്ടായിട്ടും നേരം വെളുത്താ വെള്ളടിച്ച് കവലയിൽ അടിയുണ്ടാക്കി കിടക്കുന്ന നമ്മുടെ മോന് ഈ നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ സുഭദ്രയെ? ആ ചോദ്യത്തിനു മുമ്പിൽ സുഭദ്രയുടെ പ്രതീക്ഷയോടെ തെളിഞ്ഞു വന്ന മുഖം പെട്ടെന്ന് കറുത്തിരുണ്ടു. എങ്കിലും ഒരു അമ്മയുടെ മനസ്സിലെ പ്രതീക്ഷ കൈവിടാൻ അവർ തയ്യാറല്ലായിരുന്നു. കുറച്ചകലെയുള്ള ശിവക്ഷേത്രത്തിൽ തൊഴുകൈകളോടെ മനമുരുകി മഹാദേവൻ വണങ്ങിയാണ് ചിലങ്ക എന്ന ചിഹ്നം. ഐശ്വര്യത്തിന്റെ പൂർണ്ണരൂപം. ചുവപ്പ് ദാവണി ചുറ്റി ഇടുപ്പോളം വളർന്ന മുടിയും കരിമഷി എഴുതിയ കണ്ണുകളുമായി നിൽക്കുന്ന അവളെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ആരും നോക്കിയെന്ന് പോകും. അത്രമേൽ ഓമനത്വമുള്ളൊരു പെൺകുട്ടി. മഹാദേവനോട് തന്റെ ഉള്ളിലെ വിഷമങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് അവൾ അമ്പലത്തിന് പുറത്തേക്ക് നടക്കുമ്പോഴാണ് പുറകിൽ നിന്നൊരു വിളിയേറ്റത്. ചിന്നു, നിക്കടി, ഞാനുണ്ട് അങ്ങോട്ട്. ചിന്നു തിരിഞ്ഞു നോക്കി. തന്റെ ആത്മസഖി കല്യാണിയാണ്. എന്താണ് ഇത്? കോളേജിൽ പോകുന്ന സമയമായി, നീ വേ വന്നേ. ചിന്നു കല്യാണിയുടെ കയ്യും പിടിച്ച് മുന്നോട്ട് നടന്നു. കല്യാണിയുടെ വീട്ടിലെത്തിയതും അവൾ വിളിച്ചു പോയി. അമ്മേ, ദേ ചിന്നു വന്നിട്ടുണ്ട്. ആഹാ, മോളായിരുന്നു. സുഖാണോ മോളെ? കുറച്ചു ദിവസം ഇങ്ങോട്ടേ കണ്ടിട്ട്. എവിടെയായിരുന്നു? കല്യാണിയുടെ അമ്മ സ്നേഹത്തോടെ തിരക്കി. അത് പിന്നെ അമ്മേ, എൻ്റെ അച്ഛൻ്റെ കാര്യം അറിയാലോ. ഈശ്വര വിശ്വാസത്തിന്റെ കൊടുമുടിയിലായിപ്പോ 2 ദിവസം മുമ്പ് അച്ഛന് ജോലിസിനെ കാണാൻ പോയിരുന്നു. അദ്ദേഹം പറഞ്ഞ് എനിക്ക് അടുത്ത 3 മാസത്തിൽ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ ഈ ആയുസിൽ എനിക്ക് വിവാഹയോഗം ഇല്ലത്രേ. ചിന്ന കൗതുകത്തോടെ പറഞ്ഞു. അയ്യോ, അതെന്താ മോളെ അങ്ങനെ? എന്നിട്ട് അച്ഛൻ എന്തു പറഞ്ഞു? അമ്മ പരിഭ്രമത്തോടെ ചോദിച്ചു. അപ്പോഴേയും കല്യാണി ഇടക്കേറി പറഞ്ഞു. അത് മാത്രല്ല അമ്മേ, ഇവൾക്ക് എന്തോ കടുത്ത ജാതക ദോഷമുള്ളത് കൊണ്ട് ആ ദോഷം മാറ്റാൻ പറ്റുന്ന ജാതകമുള്ള ഒരാൾക്ക് മാത്രമേ ഇവളെ കല്യാണം കഴിക്കാൻ പറ്റുന്ന. ചിന്നു വീണ്ടും തുടർന്നു. എല്ലാം കൂടി കേട്ടപ്പോൾ അച്ഛനായ വിഷമത്തിലാമ്മേ, എന്ത് ചെയ്യണമെന്നൊരു അറിവില്ല. ഈശ്വര, ഇതെന്താ ഇങ്ങനെ? മാഷ് മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. കല്യാണിയുടെ അമ്മ ശാരദ അത്ഭുതത്തോടെ ചോദിച്ചു. അതെ അമ്മേ, എൻ്റെ ലക്ഷ്മി അമ്മയുടെ മരണശേഷം അച്ഛനിങ്ങനെ കടുത്തൊരു ഈശ്വര വിശ്വാസിയായി മാറിയത്. ചിന്നുവിന്റെ വാക്കുകൾ കേട്ടതും ആളൊരു നിമിഷം നിശബ്ദമാണെന്നു എല്ലാവരുടെയും മനസ്സൊന്ന് വിതുമ്പി. പെട്ടെന്നാണ് അന്തരീക്ഷത്തിൽ ആ വിഷാദം മാറ്റാനായി കല്യാണി ഇടപെട്ട്. എടി വേമ, സമയമാവുന്നു, നമ്മുടെ മാധവിക്കുട്ടി പോയാവോ? അതും പറഞ്ഞ് ആർ വേഗത്തിൽ മുന്നോട്ട് നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ചിന്നുവിന്റെ വീടെത്തി. ഇരുവരും ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് കയറി. ചിന്നുവിന്റെ മനസ്സിൽ തന്റെ ഭാവിയെക്കുറിച്ചുള്ള വേവലാതികൾ കനത്തി കിടപ്പുണ്ടായിരുന്നെങ്കിലും അതൊന്നും അവൾ പുറത്ത് കാണിക്കാതെ വീടിനുള്ളിലേക്ക് നോക്കി വിളിച്ചു. അച്ഛാ, ഞാൻ ഇറങ്ങുവാണേ. ആ ശരി മോളെ, സൂക്ഷിച്ചു പോയിട്ട് വാ. അകത്തുനിന്ന് അച്ഛന്റെ സ്നേഹം നിറഞ്ഞ ശബ്ദം കേട്ട് ഇരുവരും ബാഗും തോളിലിട്ട് വേഗത്തിൽ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അവിടെ എത്തിയതേ ഉള്ളൂ. അപ്പോഴേക്കും ദൂരെ നിന്ന് ഹോൺ മുഴക്കിക്കൊണ്ട് ദേ വരുന്നു അവരുടെ സ്വന്തം മാധവിക്കുട്ടി ബസ്. അതേസമയം അതേ മഹാദേവ ക്ഷേത്രത്തിൽ സുഭദ്രയെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഐശ്വര്യവതിയായ ആ പെൺകുട്ടിയെ സുഭദ്രയുടെ കണ്ണിൽപ്പെടുന്നത്. ഒറ്റ നോളിൽ തന്നെ തന്റെ മകന് ചേർന്ന പെണ്ണാണെന്ന് അവരുടെ മനസ്സുറപ്പിച്ചു. ഉടനെ തന്നെ സുഭദ്ര ആ കുട്ടിയെക്കുറിച്ച് അവിടെയുള്ളവരോട് അന്വേഷിച്ചറിഞ്ഞു. വീട്ടിലെത്തിയ ഉടനെ സുഭദ്ര ഭർത്താവിനോട് കാര്യം അവതരിപ്പിച്ചു. കൃഷ്ണേട്ടാ, അത് ശേഖരമാഷിന്റെ മകളാ. കൃഷ്ണനെ ഒന്ന് അയാളോട് സംസാരിച്ചു നോക്ക്. അവർക്ക് താല്പര്യമാണെങ്കിൽ നമുക്ക് ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോവാം. മകന്റെ സ്വഭാവത്തെ ഓർത്ത് കൃഷ്ണൻ നായർക്ക് വലിയ മടിയുണ്ടായിരുന്നു. എങ്കിലും ഭാര്യയുടെ കടുത്ത ആഗ്രഹത്തിന് വഴങ്ങി ഏറെ പ്രയാസത്തോടെയും മനസ്സിലാമനസ്സോടെയും അയാൾ ശേഖരമാഷെ കാണാനായി അവരുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ശേഖരമാഷ് വീട്ടിലെത്തിയ പാടെ കൃഷ്ണൻ നായർ ഒട്ടും വളച്ചിട്ടില്ലാതെ കാര്യം അവതരിപ്പിച്ചു. മാഷെ, അവൻ ഇത്തിരി മദ്യപിക്കുന്നുള്ള നേരാ, എങ്കിലും ആള് പാവാ, നല്ലൊരു ജോലിയും ഉണ്ട്. കൃഷ്ണൻ നായർ മകന് വേണ്ടി ചെറുതായി ന്യായീകരിക്കാൻ ശ്രമിച്ചു. എന്നിട്ടിപ്പോ ആ ജോലിക്ക് എന്തു പറ്റി കൃഷ്ണ? തന്റെ മോനിപ്പോ ജോലിക്കൊന്നും പോകാത്ത തിണ്ടയാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞ്. ശേഖരൻ മാഷ് മുഖത്തടിച്ച പോലെ പരിഹാസത്തോടെ ചോദിച്ചു. കൃഷ്ണൻ നായരൊന്ന് വെക്കി. അത് പിന്നെ മാഷേ, അവൻ കുറച്ചു നാളത്തേക്കൊരു സസ്പെൻഷനില്ല. താൻ എന്തായാലും ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് ഞാൻ കാര്യം വെട്ടി തുറന്ന് പറയാം. ശേഖരൻ മാഷിന്റെ ശബ്ദത്തിന് കടുപ്പം കൂടി.
എൻ്റെ മകളെ ഞാൻ നിന്റെ മകൻ സച്ചിക്ക് തരില്ല. അടുത്ത 2 മാസത്തിനായി എനിക്ക് അവളുടെ വിവാഹം നടത്താം. അതിനർത്ഥം നാട്ടിൽ കുടിയും കുണ്ടായിസായി നടക്കുന്നവന് എൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിനെ കൊടുക്കുന്നല്ല. അങ്ങനെ ഒരാൾക്ക് തരാൻ എൻ്റെ വീട്ടിൽ പെണ്ണില്ല. ആ വാക്കുകൾ കേട്ട് മറുപടിയൊന്നും പറയാനാവാതെ കടുത്ത വേദനയോടെയും അപമാനഭാരത്തോടെയും കൃഷ്ണൻ നായർ ആ വീടിന്റെ പടികളിറങ്ങി നടന്നു. നിറഞ്ഞ വേദനയോടെയും തലകുനിച്ചും പടികൾ നിർത്തി കൃഷ്ണൻ നായർ ഉമ്മറത്തേക്ക് ഇറവാടെ സുഭദ്രയോട് ദേഷ്യത്തിൽ പൊട്ടിത്തെറിച്ചു. സുഭദ്ര, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞല്ലേ ആ മാഷന്റെ വീട്ടിൽ പോയി പെണ്ണോദിക്കണ്ടെന്ന്. എന്നിട്ടിപ്പോ എന്തായി? അയാൾ എന്നെ ആവോളം അപമാനിച്ചു വിട്ടപ്പോ നിനക്ക് തൃപ്തിയായല്ലോ. പ്രതീക്ഷിക്കാത്ത ആ വാക്കുകൾക്ക് മുമ്പിൽ ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ സുഭദ്ര ഞെട്ടിത്തരിച്ചു. ആരും നിൽപ്പുകൊണ്ട് കൃഷ്ണൻ നായർ വീണ്ടും ആക്രോശിച്ചു. നേരം വെളുത്ത കള്ളുകൂടിയായിട്ട് നടക്കുന്ന നമ്മളെ മോനെ അയാൾ പെണ്ണില്ലത്രേ. എന്റെ മുഖത്ത് നോക്കിയാ അയാൾ നമ്മളെ പരിഹസിച്ച്. എന്നാൽ ഉമ്മർത്തിരുന്ന് അച്ഛൻ പറഞ്ഞ വാക്കുകളെല്ലാം വീട്ടിനകത്തുണ്ടായിരുന്ന സച്ചിദാനന്ദ കേൾക്കുന്നുണ്ടായിരുന്നു. തന്റെ അച്ഛൻ താൻ കാരണം മറ്റൊരാളുടെ മുന്നിൽ അപമാനിതനായി എന്ന തിരിച്ചറിവ് അവന്റെ ഉള്ളിൽ തീ കോരിയിട്ടു. സച്ചിയുടെ കണ്ണുകൾ ക്രോധം കൊണ്ട് ചൊരിച്ചു. ദേഷ്യവും സങ്കടവും അടക്കാനാവാതെ അവന്റെ കയ്യിൽ നിന്ന് ചില്ലി ഗ്ലാസ് അമർന്നു പൊട്ടി തറയിൽ വീണ് ചിതറി. മകന്റെ ആ അവസ്ഥ കണ്ട് നെഞ്ചുപൊട്ടി സുഭദ്രയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. കോപത്താൽ വിറച്ചുകൊണ്ട് സച്ചി അവിടുന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. മോനെ സച്ചി, നീ നേരത്തെ എങ്ങോട്ടാടാ പോകുന്നേ? സുഭദ്ര ഭയത്തോടെ അവന്റെ കൈകൾ പിടിച്ചു. വേണ്ടമ്മേ, ഒരക്ഷരം പോലും മിണ്ടരുത്. എനിക്ക് വേണ്ടിയാണ് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അപമാനിക്കപ്പെടുന്നെങ്കിൽ ഇതോടെല്ലാം നിർത്തിക്കോ. ഈ സച്ചിദാനന്ദ ഇനി ഒരു പെണ്ണും വേണ്ട, ജീവിതവും വേണ്ട. അവൻ കൈ കുടഞ്ഞെറിഞ്ഞു. പക്ഷേ ആ ശേഖരമാഷിനെ ഞാൻ പോയി കാണുന്നുണ്ട്. എന്റെ അച്ഛനെ പറയാൻ അയാൾ ആരാണെന്ന് എനിക്കറിയണം. മോനെ സച്ചി, പോവല്ലേടാ. ആ അച്ഛന്റെ വിളി അവന്റെ കരടലിയിക്കുന്നതായിരുന്നു. എങ്കിലും ഉള്ളിൽ തിളച്ചു മറിയുന്ന കോപവും ചോരയും അവനുമല്ലാതെ അടിമപ്പെടുത്തി കഴിഞ്ഞിരുന്നു. എന്നിട്ടും ആ അച്ഛന്റെയും അമ്മയുടെയും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവന്റെ ഉള്ളിലെ മകൻ ഉണർന്നു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അവൻ ആ ഉറച്ച തീരുമാനം അവരോടായി പ്രഖ്യാപിച്ചു. അച്ഛാ, അമ്മേ, നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി, നിങ്ങളുടെ ഈ സങ്കടം മാറ്റാൻ വേണ്ടി ഞാൻ ഈ മദ്യപാനം ഇന്നത്തോടെ അവസാനിപ്പിക്കാം. പക്ഷെ ഒരു വിവാഹം, അതുമാത്രമെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടി തകർക്കാൻ ഞാൻ ഒരുക്കമല്ല. വൈകുന്നേരത്തോടെ ഉറച്ച മനസ്സുമായി സച്ചി ശേഖരമാഷിന്റെ വീട്ടുമുറ്റത്തേക്ക് ചെന്നിരുന്നു. എടോ ശേഖരമാഷേ, അവൻ ഉച്ചത്തിൽ വിളിച്ചു. സച്ചിയെ കണ്ടത് മാഷിന്റെ മുഖം കടുത്തു. എന്റെ അച്ഛൻ തന്നോട് എന്ത് തെറ്റാണോ ചെയ്തത്? ഏതൊരു മാതാപിതാക്കളുടെയും മനസ്സിൽ തോന്നിയ ആഗ്രഹം വന്ന് ചോദിച്ചാണോ അവര് ചെയ്ത വലിയ തെറ്റ്? സച്ചിയുടെ ശബ്ദത്തിൽ അച്ഛൻ അനുഭവിച്ച അപമാനത്തിന്റെ കനലുണ്ടായിരുന്നു. സച്ചി ഇപ്പോഴും മധ്യലൈരാണ് നിൽക്കുന്ന തെറ്റിദ്ധാരണയിൽ ശേഖരമാഷ ആദ്യം മൗനം പാലിച്ചെങ്കിലും ഒടുവിൽ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ ആക്രോശിച്ചു. ഡാ, ഇപ്പൊ ഇറങ്ങിപ്പോയിക്കോളെ എന്റെ വീട്ടുമുറ്റത്തുനിന്ന്. നിന്നെ പോലൊരു കുടിയനെ എന്റെ മകളെ കെട്ടിച്ചു കൊടുക്കുന്നതിലും നല്ലത് അവളെ ഞാൻ കൊന്നു തള്ളുന്നാടാ. ഇരുവരും പരസ്പരം എല്ലാം മറന്ന് വഴക്കിടുന്നതിനിടയിലേക്കാണ് കോളേജ് വിട്ട് കല്യാണിയും ചിന്നു അങ്ങോട്ട് കടന്നു വരുന്നത്. ഒരധ്യാപകനും പ്രായത്തിൽ മൂത്തയാളുമായ തന്റെ അച്ഛനോട് യാതൊരു ബഹുമാനമില്ലാതെ കയറി സംസാരിക്കുന്ന സച്ചിയെ കണ്ടതും ചിന്നുവിന്റെ ചോര തിളച്ചു. അവൾ ദേഷ്യത്തോടെ അവർക്കിടയിലേക്ക് നടന്നു. ഒന്ന് നിർത്തുന്നുണ്ട് രണ്ടാളും. സച്ചിയെ രൂക്ഷ വിഷമുള്ള നോട്ടം നോക്കിക്കൊണ്ട് അവൾ അച്ഛന്റെ കയ്യിൽ പിടിച്ചു. അച്ഛൻ വന്നകത്തേക്ക്. അവൾ കല്യാണിയെ അച്ഛനെയും കൂട്ടി വേഗം വീടിനകത്തേക്ക് കയറി വാതിൽ വലിച്ചടച്ചു. ആ വാതിലടപ്പിൽ സച്ചിയോടുള്ള കടുത്ത വെറുപ്പ് പ്രകടമായിരുന്നു. അപ്പോഴേക്കും ബഹളം കേട്ട് നാട്ടിലെ സച്ചിയുടെ സുഹൃത്തുക്കൾ അങ്ങോട്ട് എത്തിയിരുന്നു. അവരിടപെട്ട് അവനെ നിർബന്ധിച്ച് അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി. സുഹൃത്തുക്കൾക്കൊപ്പം നടന്നു നീങ്ങുമ്പോഴും സച്ചിയുടെ മനസ്സിൽ ആ ചിലങ്ങയുടെ മുഖവും കരിമഷി കണ്ണുകളുമായിരുന്നു. തന്റെ അച്ഛൻ അപമാനിച്ച ശേഖരമാഷിനോടുള്ള പകയും ചിന്നുവിന്റെ ആ രൂപവും അവന്റെ ഉള്ളിൽ ഒരുപോലെ കനലായി അവശേഷിച്ചു. എന്തിനാ അച്ഛൻ അയാളോട് വഴക്കൂടാൻ നിൽക്കുന്നത്? അയാൾക്ക് ബോധമില്ലെന്ന് വെച്ച് അച്ഛനും ഇനി. ചിന്നു വാക്കുകൾ പൂർത്തിയാക്കാനാവാതെ സങ്കടത്തോടെ കണ്ണുകൾ തുടച്ചു. എന്റെ മോളെ, നിന്നെ അവൻ കല്യാണം കഴിക്കണമെന്ന് ആവശ്യമായിട്ട് രാവിലെ കൃഷ്ണനോട് വന്നിരുന്നു. അയാളോട് ഞാൻ പറ്റില്ലെന്ന് വെട്ടി തുറന്നു പറഞ്ഞു. അതിന്റെ ജോലിയാവലായിട്ട് അവൻ ഇങ്ങോട്ട് കയറി വന്നത് ശേഖരമാഷി ദേഷ്യത്തോടെ പറഞ്ഞു. അന്തരീക്ഷം ശാന്തമായപ്പോൾ കല്യാണി യാത്ര പറഞ്ഞു. ചിന്നു, എന്നേനെ ഇറങ്ങുവാണേ? അതും പറഞ്ഞ് കല്യാണി അവിടെ വീട്ടിലേക്ക് നടന്നു. തന്റെ ജീവിതത്തിന്റെ അവസ്ഥയും ഭാവിയെയും കുറിച്ച് ആലോചിച്ച് ചിലങ്ങയുടെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. പിറ്റേന്ന് രാവിലെ, മോനെ സച്ചി, എഴുന്നേൽക്ക്, നമുക്കിന്ന് അമ്പലത്തിൽ പോകണം, വേഗം വാ. മകന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം കണ്ട് ആ അമ്മ മനസ്സാ സന്തോഷിക്കുകയായിരുന്നു. പറഞ്ഞ പോലെ തന്നെ സച്ചി മദ്യപാനം ഉപേക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സുഭദ്ര മകനെയും കൂട്ടി മഹാദേവനെ കാണാൻ അമ്പലത്തിലേക്ക് ഇറങ്ങി. എന്നാൽ പതിവ് പോലെ അന്നും ചിലങ്ങയും കല്യാണിയും രാവിലെ തന്നെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. തന്റെ ഉള്ളിലെ വിഷമങ്ങളെല്ലാം കൺകോണിൽ ഈറനണിഞ്ഞ് മഹാദേവനോടായി പറയുന്നതിനിടയിലാണ് കല്യാണി ചിന്നുവിനെ പതുക്കെ തട്ടിയത്. ചെറിയൊരു പേടിയോട് അവൾ രഹസ്യമായി പറഞ്ഞു. ചിന്നു, ദേ നോക്ക് സച്ചി, അവൻ നിന്നെ തന്നെയാ നോക്കുന്നത്. ആ ശാന്തമായ അന്തരീക്ഷത്തിൽ മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചിന്നു ഒളിയണാലെ സച്ചിയെ നോക്കി. സച്ചിയുടെ കണ്ണുകൾ അപ്പോഴും അവളിൽ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു.
അവളെ അങ്ങനെ കണ്ടപ്പോൾ സച്ചിയുടെ മനസ്സിൽ ചെറിയൊരു ഇഷ്ടം തോന്നിയെന്ന് നേരാണ്. പക്ഷേ തൊട്ടടുത്ത നിമിഷം തന്റെ അച്ഛനും ശേഖരമാഷിന് മുമ്പിൽ തലവിനിച്ച് നിന്ന രംഗം അവന്റെ ഓർമ്മയിലേക്ക് ഇരച്ചു കയറി. ആ അപമാനത്തിന്റെ കനൽ അവളോടുള്ള ദേഷ്യമായി പെട്ടെന്ന് രൂപം മാറി. പ്രണയമാണോ അതോ പ്രതികാരമാണോ തന്റെ കണ്ണുകളിൽ നിന്ന് തിരിച്ചറിയാനാവാതെ ചിന്നുവിന്റെ മനസ്സൊന്ന് പിടഞ്ഞു. നാട്ടുകാർ ബഹുമാനിക്കുന്ന ഒരു അധ്യാപകനായ തന്റെ അച്ഛനോട് നേർക്കുനേർ നിന്ന് കയർത്തവനോടുള്ള കടുത്ത ദേഷ്യത്തിലായിരുന്നു ചിന്നു. അവന്റെ മുഖത്തേക്ക് നോക്കി കണ്ണുരുട്ടി ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആൾ കല്യാണിയോടൊപ്പം മുന്നോട്ട് നടക്കുമ്പോഴാണ് പുറകിൽ നിന്നൊരു വിളി കേട്ടത്. മോളെ ചിലങ്ക. ചിന്നു തിരിഞ്ഞു നോക്കി. സച്ചിയുടെ അമ്മ സുഭദ്രയായിരുന്നത്. എന്താ അമ്മേ? ശാന്തമായിട്ടാണ് ചോദിച്ചെങ്കിലും അവളുടെ കണ്ണുകൾ ഇപ്പോഴും ദേഷ്യത്തോടെ സച്ചിക്ക് മേലെയായിരുന്നു. മോളെ അത് പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടാ കൃഷ്ണയുടെ മോളുടെ അച്ഛനെ കാണാൻ വന്ന്. ഈ അമ്പലത്തിൽ വെച്ച് മോളെ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാ ഞാൻ ആലോചിക്കാൻ പറഞ്ഞ്. മാഷിനോട് ഞാൻ കാരണം ഉണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് ഞാൻ ക്ഷമ ചോദിക്കാൻ മോളെ. സുഭദ്ര സങ്കടത്തോടെ പറഞ്ഞു. അത് സാരല്ലമ്മേ, അച്ഛൻ അതൊക്കെ അപ്പം തന്നെ ക്ഷമിച്ചു കളഞ്ഞു. സുഭദ്രയുടെ സൗമ്യമായ വാക്കുകൾ കേട്ടപ്പോൾ ചിന്നുവിന്റെ മനസ്സലിഞ്ഞു. എങ്കിലും തൊട്ടടുത്ത് ദേഷ്യഭാഗത്ത് നിൽക്കുന്ന സച്ചിയെ കണ്ടപ്പോൾ അവളുടെ ഉള്ളിലെ വാശി വീണ്ടും ഉണർന്നു. അവൾ സച്ചിയുടെ മുഖത്തേക്ക് നോക്കി വെല്ലുവിളിയോടെ ചോദിച്ചു. അമ്മേനോട് ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല, പക്ഷെ ഇയാളെൻ്റെ അച്ഛനോട് ചെന്ന് മാപ്പ് ചോദിക്കണം. കാരണം നാട്ടിൽ അറിവ് പകർന്നു കൊടുത്ത ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഓരോ വാക്കിനും എന്താ പറ്റും ഇയാൾക്ക്? ആ ചോദ്യം കേട്ടതും സച്ചി ദേഷ്യത്തിന്റെ കൊടുമുടിയിലെത്തിയിരുന്നു. ചിന്നു സുഭദ്രയ്ക്ക് നേരെ തിരിഞ്ഞു തുടർന്നു. അമ്മ ഈ നിൽക്കുന്ന മകന് വേണ്ടിയല്ലേ എന്നെ ആലോചിച്ചു വന്ന്? എനിക്ക് ഈ ആലോചനയിൽ ഒട്ടും താല്പര്യമില്ല അമ്മേ. അതും പറഞ്ഞ ദേഷ്യത്തോടെ തിരിഞ്ഞടക്കാൻ തുടങ്ങിയ ചിന്നുവിന്റെ കയ്യിൽ സച്ചി ബലമായി പിടിച്ചു. അവൾക്ക് കുതിരി മാറാൻ പോലും സമയം കൊടുക്കാതെ അവനോളം മഹാദേവന്റെ നടക്കുമ്പിലേക്ക് വലിച്ചുകൊണ്ടുവന്ന് നിർത്തി. സച്ചി ചുറ്റും നോക്കി. പെട്ടെന്നാണ് അവിടെ നേർച്ചയായി ദേവിക്ക് സമർപ്പിക്കാൻ വെച്ചിരുന്ന മഞ്ഞച്ചരടിൽ കോർത്ത ചെറിയൊരു താലി അവന്റെ കണ്ണിൽ പെട്ടത്. ഒട്ടും ആലോചിക്കാതെ വേഗത്തിൽ അവനത് വലിച്ചെടുത്തു. അവൾക്ക് തടയാനോ എതിർക്കാനോ ഉള്ള സാവകാശം പോലും നൽകാതെ കടുത്ത വാശിയോടെ അവൻ ആ താലി അവളുടെ കഴുത്തിൽ ചാർത്തി. ആളുടെ ഉള്ളിലെ അഹങ്കാരം അല്പം കുറയ്ക്കണമെന്ന ചിന്ത മാത്രമേ ആ നിമിഷം അവന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അമ്പലമുറ്റത്ത് നടന്നു കണ്ട് സുഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. മോനെ സച്ചി. നെഞ്ചുപൊട്ടുന്നൊരു വിളിയോടെ അവർ സച്ചിയുടെ കൈകൾ പിടിച്ചു വലിച്ച് ചിന്നുവിൽ നിന്ന് ദൂരേക്ക് മാറ്റി. ദേഷ്യത്തോടെയും സങ്കടത്തോടെയും അവരവന്റെ മുഖത്തേക്ക് നോക്കി. നീ എന്താ മോനെ ഈ കാണിച്ച്? എന്റെ മഹാദേവ, ഞാനിനി ഇതിന് ആരോടും മറുപടി പറയും? അവളുടെ അഹങ്കാരം അല്പം കുറയട്ടെ അമ്മേ. സച്ചി ഇപ്പോഴും ആ വാശിയുടെ പുറത്ത് തന്നെയായിരുന്നു. കഴുത്തിൽ വീണ താലിയിലേക്കും സച്ചിയുടെ മുഖത്തേക്കും മാറി മാറി നോക്കിയ ചിന്നുവിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അവൾ കല്യാണിയുടെ കൈയും പിടിച്ച് അവിടുന്ന് വേഗത്തിൽ വീട്ടിലേക്ക് ഓടി. വീട്ടിലെത്തിയ പാടെ ചിന്നു മറ്റാരെയും നോക്കാതെ നേരെ തന്നെ മുറിയിലേക്ക് കയറി വാതിലകത്തുനിന്ന് കുറ്റിയിട്ടു. പുറകിൽ വന്ന കല്യാണിയുടെ മുഖത്തെ ഭയം കണ്ട് ശേഖരമാഷ് പരിഭ്രമത്തോടെ ചോദിച്ചു. എന്താ മോളെ, എന്താ ഉണ്ടായത്? ചിന്നു എന്തിനാ അങ്ങനെ കരഞ്ഞുകൊണ്ട് ഓടി വന്ന്? കല്യാണി വിറക്കുന്ന ശബ്ദത്തോടെ അമ്പലത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം മാഷിനോട് പറഞ്ഞു. അത്രയും കേട്ടതും ശേഖരമാഷിന്റെ സർവ്വശക്തിയും ചോർന്നുപോയി. എന്റെ മോളുടെ ജീവിതം എന്ന് പിറുവിറുത്തുകൊണ്ട് അദ്ദേഹം നെഞ്ചത്ത് കൈവച്ച് നിലത്തേക്ക് ഇരുന്നു പോയി. ആ അച്ഛന്റെ മനസ്സ് നിറയെ ആ ജോത്സ്യന്റെ വാക്കുകൾ ഇരച്ചേറുകയായിരുന്നു. മകൾക്ക് ഈ ആയുസിൽ ഒരേ ഒരു കല്യാണ യോഗം മാത്രമേ ഉള്ളൂ. അതും അടുത്ത 3 മാസങ്ങളിൽ നടത്തണം. കടുത്ത ജാതകദോഷമുള്ള ആ പയ്യന് മാത്രമേ അവളെ താലിയാർത്താൻ യോഗമുള്ളൂ. ജോത്സ്യം പ്രവചിച്ച പോലെ തന്നെയാണോ അമ്പലമുറ്റത്ത് കാര്യങ്ങൾ സംഭവിച്ചത്? സച്ചിയുടെ ജാതകദോഷമാണോ അവനെ കൊണ്ട് ഇത് ചെയ്യിച്ചത്? ശേഖരമാഷിനൊന്നും ചിന്തിക്കാൻ പോലും ആ തല പോഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ അച്ഛൻ വേഗത്തിൽ ചിന്നുവിന്റെ മുറിക്ക് മുന്നിലെത്തി വാതിൽ ശക്തിയായി തട്ടി. മോളെ ചിന്നു, വാതിലൊർക്കിടി മോളെ. എല്ലാവരും പരിഭ്രാന്തരായി നിൽക്കുന്നതിനിടയിലേക്കാണ് പെട്ടെന്ന് സച്ചി അങ്ങോട്ട് ഇരച്ചു കയറിയത്. വാതിൽ തുറക്കാനൊട്ടും സമയം കളയാതെ അവൻ ഒറ്റ ചവിട്ടാൻ വാതിൽ തള്ളി തകർത്തു. എന്നാൽ അകത്ത് കാഴ്ച കണ്ട് അവിടെ നിന്നവരുടെ ചോര മരവിച്ചു പോയി. ബോധം മറിഞ്ഞ് ചോരയിൽ കുളിച്ച് കിടക്കുകയാണ് ചിന്നു. മറ്റൊന്നും ചിന്തിക്കാൻ സച്ചിക്ക് സമയമില്ലാതെ ഒരു നിമിഷം പോലും വൈകാതെ മുന്നോട്ടാഞ്ഞ് ചിന്നുവിനെ തന്റെ കൈകളിൽ കോരിയെടുത്തു. ഉമ്രത്ത് തരിച്ചിരുന്ന മാതാപിതാക്കളെയും ശേഖരമാഷിനെയും മറികടന്ന് അവളെയുമായി അവൻ പുറത്തേക്ക് ഓടി. കാറിന്റെ പിൻസീറ്റിലേക്ക് അവളെ കിടത്തി. ഒട്ടും സമയം കളയാതെ സച്ചി അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വണ്ടി വായിച്ചു. ഓരോരുത്തരുടെയും മനസ്സിലൂടെയും ശരീരത്തിലൂടെയും തീക്കനകൾ കോരിയിട്ടുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം ചിലങ്ക വീട്ടിൽ തിരിച്ചെത്തിയെങ്കിലും അവളിപ്പോൾ ആരോടും അധികം സംസാരിക്കാറില്ലായിരുന്നു. എപ്പോഴും എന്തൊക്കെയോ ചിന്തകളിൽ മൂകയായി അവൾ ഇരുന്നു. ഒരു ദിവസം അരികിൽ വന്നിരുന്ന് അവളുടെ തലയിൽ സ്നേഹത്തോടെ തലോടിക്കൊണ്ട് ശേഖരമാഷ് പതിയെ പറഞ്ഞു. മോളെ, അച്ഛൻ നിന്നോടൊരു കാര്യം പറഞ്ഞ എൻ്റെ മോളത് കേൾക്കണം. ആ ജ്യോത്സ്യം പറഞ്ഞതും അമ്പലത്തിൽ വെച്ച് നടന്നെല്ലാം കൂട്ടി വായിക്കുമ്പോ അച്ഛൻ പറഞ്ഞു വരുമ്പോഴേക്കും ചിലങ്കക്ക് അദ്ദേഹത്തെ എതിർ സംസാരിക്കാൻ തോന്നിയില്ല. ഞാനിനി എന്താണ് ചെയ്യേണ്ട അച്ഛ? ആൾ ശൂന്യതയിലേക്ക് നോക്കി ചോദിച്ചു. അയാളെ ഞാൻ എൻ്റെ ഭർത്താവായിട്ട് അംഗീകരിക്കണം. അതിനെ അച്ഛൻ പറഞ്ഞു വരുന്നത്. അച്ഛൻ്റെ സങ്കടം മാറാൻ ഞാൻ എന്തിനും തയ്യാറാണ്. അച്ഛൻ ഇനി ഇതിനെ ചൊല്ലി വിഷമിക്കരുത്.
വാക്കുകളൊന്നും മനസ്സോടെ അല്ലായിരുന്നെങ്കിലും ഉള്ളിൽ നൂറുവട്ടം കരഞ്ഞുകൊണ്ട് ചിലങ്ക മനസ്സാര സച്ചിയെ തന്റെ ഭർത്താവെ സ്വീകരിക്കാൻ ഉറപ്പിച്ചു. എന്നാൽ മറുവശത്ത് സച്ചിയുടെ വീട്ടിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞിരുന്നു. അവന്റെ സസ്പെൻഷൻ കാലാവധിയെല്ലാം കഴിഞ്ഞിരുന്നു. നാട്ടിൽ അടിയുണ്ടാക്കി നടന്ന ആ പഴയ സച്ചിയല്ലായിരുന്നു അവൻ. നഗരത്തിന്റെ ക്രമസമാധാനം കാക്കാൻ ACP സച്ചിദാനന്ദനായ സിറ്റിയിൽ ചാർജ് എടുത്തു കഴിഞ്ഞിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം സച്ചിയും കുടുംബവും ശേഖരൻ മാഷിന്റെ വീട്ടിലെത്തി. മോളെ ചിന്നു, സുഭദ്ര സ്നേഹത്തോടെ വിളിച്ചു. നിറഞ്ഞ മനസ്സോടെ അല്ലെങ്കിൽ മുഖത്തൊരു ചെറിയ പുഞ്ചിരി വരുത്തി അവൾ അവരെല്ലാം സ്വീകരിച്ചു. മോളൊന്നിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട, മോളുടെ കൂടെ അമ്മ എപ്പോഴും ഉണ്ടാവും. സുഭദ്രയുടെ ആ വാക്കുകൾ കേട്ടതും ചിലങ്ക അവരുടെ കാൽക്കിൽ വീണ് അനുഗ്രഹം വാങ്ങി. ഒടുവിൽ പൂമുഖത്തെ നിലവിളിക്ക് മുമ്പിൽ മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ച് സച്ചി അവളുടെ സീമന്തരേഖയിൽ ചുവന്ന കുങ്കുമം ചാർത്തി. അവളെ തന്റെ ഭാര്യയായി പൂർണ്ണ മനസ്സോടെ അവൻ അംഗീകരിച്ചു. നിറഞ്ഞ കണ്ണുകളോടെ ശേഖരമാഷ് അവർ അനുഗ്രഹിച്ച് യാത്രയാക്കി. സച്ചിയുടെ വീട്ടിലെത്തിയപ്പോൾ മകളെ പോലെയാണ് സുഭദ്ര ചിലങ്കയ്ക്ക് നിലവിളക്ക് നൽകി അകത്തേക്ക് സ്വീകരിച്ച്. രാത്രിയായി. ആദ്യരാത്രിയുടെ ചടങ്ങെന്നോണം ഒരു ഗ്ലാസ് പാലുമായി ചിലങ്കപതിയെ സച്ചിയുടെ മുറിയിലേക്ക് നടന്നിരുന്നു. വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് കയറി. താനതവിടെ വെച്ചേക്കു. കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യുന്നിടയിൽ സച്ചി തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. അവൾക്ക് എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയാതാകെ പതറിപ്പോയി. ഇടോന്നിരിക്കും, നമുക്ക് ആദ്യമായിട്ട് പരസ്പരം ഒന്ന് കുറച്ച് സംസാരിക്കാം. പേടിയും പരിഭ്രമവും കാരണം അവൾ ആദ്യമൊന്നും മടിച്ചെങ്കിലും സച്ചി അവളുടെ കൈകൾ പതുക്കെ പിടിച്ച് നിർബന്ധിച്ച് കട്ടിലിരുത്തി. അവളുടെ കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞു കവിഞ്ഞിരുന്നു. ആ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൻ പതിയെ അവളുടെ കൈകൾ തന്റെ കൈക്കുള്ളിലാക്കി. എന്നോട് ക്ഷമിക്കണോ, ഞാനന്ന് അപ്പോഴത്തെ ദേഷ്യത്തിലും വാശിയിലും അറിയാതെ ചെയ്തു പോയതാ. അവന് ബാക്കി പറയാൻ ചിലങ്ക അനുവദിച്ചില്ല. അവന്റെ വാക്കുകൾ പൂർത്തിയാകും മുമ്പ് അവൾ അവനെ മുറുക്കെ കെട്ടിപ്പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി പൊട്ടി പൊട്ടി കരഞ്ഞു. ചിലങ്കയുടെ ഭാഗത്തുണ്ടായ അപ്രതീക്ഷിതമായ ആ മാറ്റം കണ്ട് സച്ചി ഒരു നിമിഷം അതിശയിച്ചു പോയി. അവളുടെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം ആ കണ്ണീരിലൂടെ ഒഴിഞ്ഞു പോട്ടെ എന്ന് കരുതി അവൻ അവൾ തന്നോട് ചേർത്ത് പിടിച്ചു. ഇരുവരും പരസ്പരം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രാത്രി അങ്ങനെ തള്ളി നീക്കി. ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും ചിലങ്ക പഴയതുപോലെ സന്തോഷവതിയായി മാറി തുടങ്ങി. ഇപ്പോൾ സച്ചിയും ചിന്നുവും പരസ്പരം എല്ലാം തുറന്നു പറയുന്ന നല്ല കൂട്ടുകാരാണ്, മനസ്സുകൊണ്ട് ഒന്നായവർ. ഒരു ദിവസം പതിവിൽ നേരത്തെയാണ് സച്ചി ഓഫീസിൽ നിന്ന് വീട്ടിലെത്തിയത്. അമ്മേ, ഉമ്മറത്തുവാളിലും ആരെയും കാണാത്തതുകൊണ്ട് അവൻ നേരെ തന്നെ മുറിയിലേക്ക് നടന്നു. മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ സച്ചി പെട്ടെന്നൊന്ന് ഞെട്ടിധരിച്ച് നിന്നു. കുളി കഴിഞ്ഞ് ദേഹത്തൊരു തോർത്ത് മാത്രം ചുറ്റി നിൽക്കായിരുന്നു ചിന്നു. അപ്രതീക്ഷിതമായി സച്ചി കയറി വന്ന് കണ്ട് ചിന്നു ചെറിയൊരു നിലവിളിയോടെ കൈകൾ കൊണ്ട് മുഖം മറച്ച് കണ്ണുകൾ മുറുക്കി അടച്ചു. സച്ചിയുടെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അവൻ പതുക്കെ അവൾക്ക് അടുത്തേക്ക് നടന്നു. അവൻ വരുന്ന കണ്ട് ഭയന്നവൾ തിരികെ വാഷ്റൂമിലേക്ക് ഓടാനാഞ്ഞതാണ്. പക്ഷെ അതിനു മുമ്പേ സച്ചി നീട്ടിപ്പിടിച്ച് അവളുടെ കൈകൾ കയറി പിടിച്ചു. ആള് തന്റെ മുന്നിലേക്ക് നിർബന്ധിച്ച് നിർത്തി. കടുത്ത ചമ്മലോടെ ചിന്നു തലതാഴ്ത്തി നിന്നു. ആളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു കൊടുത്തിരുന്നു. എന്തോ ഈ വേഷത്തില്? അവളുടെ മുഖത്തേക്ക് നോക്കി കുസൃതി നിറഞ്ഞ ശബ്ദത്തിൽ അവൻ ചോദിച്ചു. ആ ചോദ്യം കേട്ടൊന്ന് നാണം കൊണ്ട് അവിടെ നെഞ്ച് പടപടാ മിടിച്ചു. സച്ചിയേട്ടാ എന്ന് വിളിച്ച് അവൾ അവനെ തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും അവൻ വിട്ടില്ല. ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അവൻ ഭാവം മാറ്റൊരൽപ്പം ഗൗരവത്തിൽ ചോദിച്ചു. ചിന്നു വീണ്ടും ഒന്ന് പതറി. അത് പിന്നെ കുളി കഴിഞ്ഞപ്പോൾ ഡ്രസ്സ്. അവൾ പതിയെ കൈ നീട്ടി അപ്പുറത്തുനിന്ന വാൾട്രോബിലേക്ക് ചൂണ്ടി. അവിടെയുണ്ട്. അത്രയും പറഞ്ഞപ്പോഴേക്കും നാണം കൊണ്ടും പരിഭ്രമം കൊണ്ടും അവളെ തൊണ്ട വരണ്ടുപോയിരുന്നു. സച്ചിയുടെ കൈകളുടെ പിടുത്തത്തിൽ നിന്ന് കുതിരാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അവളുടെ ശരീരം മറിച്ചിരുന്ന ആ ടവലിന്റെ കെട്ട് പതുക്കെ അഴിഞ്ഞു തുടങ്ങിയത്. എന്റെ മഹാദേവ! അവൾ ഉറക്കെ വിളിച്ചുകൊണ്ട് അവനെ ശക്തിയായി തള്ളി മാറ്റി വാഷ്റൂമിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. അകത്തുനിന്ന് പതുങ്ങിയ ശബ്ദത്തിൽ വിളികേട്ടു. സച്ചിയേട്ടാ, എനിക്ക് അവിടുന്ന് ഡ്രസ്സ് എടുത്ത് തരുമോ? അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ ആവശ്യപ്പെട്ടതുപോലെ വാൾഡ്രോബിൽ നല്ലൊരു വസ്ത്രമെടുത്ത് അവൻ വാഷ്റൂമിന്റെ വാതിലൂടെ നൽകി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മറത്തുനിന്ന് കൃഷ്ണനായിട്ട് വിളി വന്നു. മോനെ സച്ചി, ഞങ്ങൾ ഇറങ്ങുവാണേ, മോളെ ഒറ്റക്കാക്കരുത് കേട്ടോ. യാത്ര പറഞ്ഞുകൊണ്ട് കൃഷ്ണനായനും സുഭദ്രയും ഒപ്പം ശേഖരമാഷും കൂടി 5 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ഷേത്ര ദർശനത്തിനായി ഇറങ്ങി. പോയി വരാ മക്കളെ എന്ന് പറഞ്ഞ് അവർ പടിയിറങ്ങി. വീട്ടിൽ ഇരുവരും മാത്രമായി. അടുക്കളയിൽ പണിത്തിരക്കിലായിരുന്ന ചിന്നുവിനെ പുറകിലൂടെ സച്ചി പതുക്കെ ചെന്നു. ആളൊട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് അവൻ അവളെ വട്ടത്തിൽ കെട്ടിപ്പിടിച്ച് തന്നിലേക്ക് ചേർത്ത് നിർത്തി. ആ സ്പർശനം ചിന്നു ഒരുപാട് ആഗ്രഹിച്ചിട്ടെന്നോണം ആൾ അവനിലേക്ക് അലിഞ്ഞു ചേർന്നു. എങ്കിലും അല്പസമയം കഴിഞ്ഞപ്പോൾ അവൾ പതുക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. സച്ചിയേട്ടാ, വേണ്ട കേട്ടോ. ഇന്നല്ലാതെ പിന്നെ എന്നാണോ നമ്മൾ ഒന്നാവേണ്ടത്? അച്ഛനും അമ്മയും ഈ സമയത്ത് തീർത്ഥാടനത്തിന് പോയത് നമുക്ക് വേണ്ടിയാ. അവർക്കൊരു പേരക്കുട്ടിയെ വേഗം കൊടുക്കാൻ വേണ്ടിയാ. അവർക്കറിയില്ലല്ലോ എൻ്റെ മോൾ ഇപ്പോഴും ഇവിടെ ഒളിച്ചെളിയിലാണെന്ന്. സച്ചി അവളുടെ കാതോരം കുസൃതിയോടെ പെരുവിരുത്ത്. എനിക്ക് പേടിയാവുക, ഞാൻ മുറിയിലേക്ക് പോവാ. നാണം കൊണ്ട് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് അവൾ തിരിഞ്ഞടക്കാൻ തുടങ്ങിയതും പുറത്ത് പെട്ടെന്ന് കാറ്റ് വീശിയടിച്ച് ശക്തിയായി മഴ പെയ്യാൻ തുടങ്ങി. ആ മഴയുടെ താളത്തിനൊപ്പം അവളുടെ മേലുള്ള അവൻ്റെ അടങ്ങാത്ത ആഗ്രഹവും ഇരട്ടിച്ചു. സച്ചി ഒട്ടും സമയം കളയാതെ അവൾ തന്റെ കൈകൾ കോരിയെടുത്തു. അവളുടെ പാദങ്ങൾ വായുവിൽ ഉയർന്നു.
അവൻ അവളെയും കൊണ്ട് നേരെ കിടപ്പുമുറിയിലേക്ക് നടന്നു. സച്ചിയുടെ ആ ഭാവമാറ്റം കണ്ട് ചിലങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വികാരങ്ങൾ മിന്നിമറഞ്ഞു. പുറത്തു പെയ്യുന്ന കാറ്റും മഴയും ജനലിലൂടെ അരിച്ചെത്തിയ നിലാവിളിച്ചവും അവരുടെ പ്രണയത്തിന് സാക്ഷിയായി. ശരീരവും മനസ്സും കൊണ്ടൊന്നാവാൻ ഇരുവരും ആ രാത്രിയിൽ പൂർണ്ണമായി തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു. ആ നിലാവിന്റെ ശോഭയിൽ അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അവളിൽ പടരുന്ന അനുഭൂതിയുടെ നേരിയ ശബ്ദങ്ങൾ മാത്രം ആ മുറിയിൽ കേട്ടു. നേരം പുലർന്നപ്പോഴേക്കും ഇരുവരും ഒരൊറ്റ പുതപ്പിന് കീഴിൽ ഒന്നായി മാറിയിരുന്നു. പതിയെ കണ്ണുകൾ തുറന്ന ചിലങ്ക തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുറങ്ങുന്ന സച്ചിയെ കണ്ട് നാണം കൊണ്ട് ചുവന്ന് തുടുത്തു. തങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം നിലത്ത് ചിതറിക്കിടക്കുന്ന കണ്ടപ്പോൾ അവളിൽ സന്തോഷത്തിന്റെ കൺകോണുകൾ ഈറനണിഞ്ഞു. താൻ പൂർണ്ണമായി അവൻ്റെതായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴേക്കും സച്ചി പതുക്കെ കണ്ണുകൾ തുറക്കാൻ തുടങ്ങിയിരുന്നു. അത് മനസ്സിലാക്കിയ ചിന്നു വേഗം കൈകൾ കൊണ്ട് അവന്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചു. സച്ചിയേട്ടാ, കണ്ണുകൾ തുറക്കല്ലേ പ്ലീസ്. ഇനിയിപ്പോ എന്താ ചിന്നു? അവൾ ചിരിയോടെ ചോദിച്ചു. അത് സച്ചിയേട്ടാൻ്റെ ഡ്രസ്സ് താഴെ വീണുപോയി, അതാ. ഓഹോ, അതാണ് കാര്യം. അതിനിങ്ങനെ കണ്ണു കുത്തിപ്പിടിക്കേണ്ട കാര്യം എന്താ? ഞാനിന്നലെല്ലാം കണ്ടല്ലേടാ. അവന്റെ ആ കുറുമ്പെറിഞ്ഞ സംസാരം കേട്ടത് അവൾ വീണ്ടും നാണവും ദേഷ്യം ഒരുമിച്ച് വിരിഞ്ഞു. അയ്യേ, ഈ സച്ചിയുടെ നാണമില്ലേ എന്റെ മാധേവ? അവൾ മുഖം തിരിച്ചു. അവളുടെ കൈകൾ പതുക്കെ മാറ്റി പിടിച്ചുകൊണ്ട് അവൾ വീണ്ടും അവൾ നോക്കി ചോദിച്ചു. അപ്പൊ പിന്നെന്താ സച്ചിയേട്ടാ? പിന്നെ എന്റെ മോളുടെ ഉള്ളിലെ പേടിയൊക്കെ നല്ല മാറിയോ? ഇനി വല്ല പേടിയും ബാക്കിയുണ്ടോ? സച്ചി കണ്ണീമി ചോദിച്ചു. അയ്യേ, ഈ മനുഷ്യന് ഞാനിന്ന് സച്ചിയുടെ കൈവിടും പ്ലീസ്. അവന് നെഞ്ചിലേക്ക് വീണ്ടും മുഖം പൂഴ്ത്തുമ്പോൾ ചിലങ്ക അവളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ആ പുതിയ ലോകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു.